എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ചാന്ദ്ര ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മീഡിയ യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്കായി ഒരു ഓൺലൈൻ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ജൂലൈ 22-നാണ് ക്വിസ് മത്സരം. വിജയികൾക്ക് ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. ചാന്ദ്രദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1-ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ. ഉത്തരം നിഗർ ഷാജി. ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ടതെന്ന്. ഉത്തരം 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്. ഉത്തരം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്. ഉത്തരം ആഗസ്റ്റ് 23. ചന്ദ്രയാൻ 3-ൻ്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISROയുടെ ഡോക്യുമെൻ്ററി. ഉത്തരം സ്പേസ് ഓൺ വീൽസ്. ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം. ഉത്തരം ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രേവിറ്റി. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം പ്രഗ്യാൻ. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്ത്? ഉത്തരം പുഷ്പക്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഉത്തരം ഋതു കരിതാൽ. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ. ഉത്തരം P. വീരമുത്തുവേൽ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യം. ഉത്തരം ഇന്ത്യ. ചന്ദ്രയാൻ 3-ൻ്റെ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷമുള്ള ആദ്യ സന്ദേശം. ഉത്തരം ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്ന് ചന്ദ്രയാൻ പേടകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സന്ദേശമെത്തിയത് ഏത് ദിവസമാണ്? ഉത്തരം 2023 ആഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലത്തിൻ്റെ പേര്? ഉത്തരം ശിവശക്തി പോയിന്റ്. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള 15 മിനിറ്റ് ചെയർമാനായ S. സോമനാഥൻ വിശേഷിപ്പിച്ചത്? ഉത്തരം ഭീകരതയുടെ 15 മിനിറ്റുകൾ.
ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം വിക്രം സാരാഭായ്. നിലവിൽ ISROയുടെ ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ S സോമനാഥ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഉത്തരം സെലനോളജി. ISROയുടെ ആദ്യ ചെയർമാൻ ആര്? ഉത്തരം വിക്രം സാരാഭായ്. ആദ്യമായി ബഹിരാകാശത്ത് യാത്ര നടത്തിയ മനുഷ്യൻ? ഉത്തരം യൂറി ഗഗാറിൻ. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത? ഉത്തരം കൽപ്പന ചൗള. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം രാകേഷ് ശർമ്മ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം എന്നാണ്? ഉത്തരം 1969 ജൂലൈ 21. ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത്? ഉത്തരം യൂറി ഗഗാറിൻ. ഇന്ത്യയുടെ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഏതു വർഷം? ഉത്തരം 2008 ഒക്ടോബർ 22. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം സ്പുട്നിക് 1. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏത്? ഉത്തരം അപ്പോളോ 11. ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം. ഈ പ്രശസ്തമായ വാക്കുകൾ ആരുടേത്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ചൊവ്വ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2019 ജൂലൈ 22. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം? ഉത്തരം ആപ്പിൾ. ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടർ?
ഉത്തരം എം അണ്ണാദുരൈ. ചന്ദ്രയാൻ 2 പ്രോജക്റ്റ് ഡയറക്ടർ. ഉത്തരം വനിതാ മുത്തയ്യ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം ആര്യഭട്ട.